ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാസ്റ്റർ നമ്പർ ഞാനൊരു മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഞാൻ ഇതിനകത്ത് ഒരു എപ്പിസോഡ് ഞാൻ ഇതിനകത്ത് ഇരുന്നുണ്ട്. അതിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ടെൻത്തിലെ ഉണ്ടായിരുന്നു. ടെൻത്തില് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ അറിയാൻ ഫസ്റ്റ് ചാപ്റ്റർ നിർത്തായിരുന്നു. ഇപ്പം അടുത്ത ഇത് മാസ്റ്ററിനകത്ത് ചെറിയൊരു ഈ മാസ്റ്ററിനകത്ത് ചുടുചിന്ത വെട്ടി മറ്റു ചെയ്യുന്നത് സ്ക്വയർ കണ്ടുപിടിക്കുന്നത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതായിരുന്നു. ഇത് കൂടാതെ ഇപ്പൊ ഞാൻ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാം, അതായത് ചില നമ്പറുകൾ നമുക്ക് ഒറ്റ സെന്റൻസിൽ തരാനായിട്ട് പറ്റും. അതിനുള്ള എന്താണെന്നാണ് ഞാൻ ഇത് പറയുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു ഒരു കുസൃതി ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ആ ചോദ്യം ഇതാണ്, മനസ്സിലാക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. നിങ്ങൾ നോക്കാൻ ചോദ്യം ഇതാണ്: ഞാനൊരു സംഖ്യ രണ്ടക്കം, ഞാനൊരു സംഖ്യയാണ്, ഞാൻ ഏതാണ് രണ്ടക്കമാണ്, ഒന്നും രണ്ടും ഭർത്താവ്. ഒന്നും രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ് ഒന്നാമത്തെ അക്കവും രണ്ടാമത്തെ ഇതോടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും രണ്ടും ഭർത്താവ്, രണ്ടും മൂന്നും ചെറുതാന്യം, ഒന്നും മൂന്നും വടവൃക്ഷം, മൂന്നും നാലും ചേർന്നാലോ മീൻവേട്ടയ്ക്കൊരു വിഷമം. ഇതാണ് ഇതിനകത്ത് ചോദ്യം. ഞാനൊരു സംഖ്യ രണ്ടക്കമാണ്. അപ്പൊ ഞാനൊരു സംഖ്യയാണ്, അത് രണ്ടക്കമാണ്. ഈ രണ്ടക്ക സംഖ്യക്കകത്ത് ഏതൊക്കെ കൂടി ചേർന്നാൽ ഒന്നും രണ്ടും ഭർത്താവ്, ഒന്നും രണ്ടും കൂടെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഒന്നാമത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും എടുത്തു കഴിയുകയാണ് എങ്കിൽ അത് ഭർത്താവാണ്. രണ്ടും മൂന്നും ചെറുധാന്യം, രണ്ടാമത്തെ അക്ഷരവും മൂന്നാമത്തെ അക്ഷരവും എടുക്കുകയാണെങ്കിൽ അതൊരു ചെറിയ ധാന്യമാണ്. ഒന്നും മൂന്നും പടവൃക്ഷം, ഒന്നാമത്തതും മൂന്നാമത്തോടെ ചേർന്ന് കഴിഞ്ഞാൽ വലിയൊരു വൃക്ഷമാണ്. പിന്നെയോ മൂന്നും നാലും ചേർന്നാലോ മീൻവേട്ടയ്ക്കൊരു വിഷമത്വം. ഈ സംഖ്യ ഏതാണ്? ഇതാണ് എന്റെ ചോദ്യം. അപ്പൊ ഞാനൊരു സംഖ്യയാണ്, രണ്ടക്കമാണ്, അതിന്റെ ഒന്നും രണ്ടൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഭർത്താവാണ്, ഒന്നും മൂന്നൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു വടവൃക്ഷമാണ്, അല്ലെ? രണ്ടും മൂന്നൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ചെറുധാന്യമാണ്, മൂന്നും നാലൂടെ ചേർന്ന് കഴിഞ്ഞാൽ മീൻവേട്ടയ്ക്ക് ഒരു വിഷവസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണ്? ഇതാണ് ഇതിനകത്തെ ചോദ്യം. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുക. ഈ ഇത് തീരുന്ന സന്ദർഭത്തിൽ ഞാൻ ഉത്തരവ് പറയാം. നിങ്ങൾ നോക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയാം. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. നോക്കുക, ഞാൻ ആദ്യത്തെ മാർക്കറ്റിനകത്ത് 5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന വിധമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ക്ലാസ് ഡിവിഷന്റെ ക്ലാസ് ഞാൻ തുടങ്ങുമ്പോൾ 5ന്റെ ഡിവിഷൻ, അതായത് ഒരു സംഖ്യ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, എങ്ങനെ ചെയ്യാം? ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ എഴുതുന്നില്ല 123. എളുപ്പമുള്ള ഒരു സംഖ്യയാണ് ഞാൻ എഴുതുന്ന 153 ഡിവൈഡഡ് ബൈ 5. ഈ 153 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ്, ചെയ്യാമല്ലോ, എഴുതി കഴിക്കാമല്ലോ. വേണ്ട, ഞാൻ ഒറ്റ സ്റ്റെപ്പിനകത്ത് ഞാൻ ഇവിടെ ഇതിന്റെ ഉത്തരം എഴുതുന്നതാണ് 24.6. 153 എന്നുള്ളതിന്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. എത്രയാണ്? 24.6. നെക്സ്റ്റ് ഞാൻ വേറെ എഴുതുന്നു 3. എത്രയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? 3 4 ഡിവൈഡ് ബൈ 5. ഇതിന് ഞാൻ എത്രയോട് ഡിവൈഡ് ചെയ്യുന്നു? 5 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉത്തരം ഉടനെ ഞാൻ എഴുതുകയാണ് 68.4. ഇതാണ് ഇതിന്റെ ഉത്തരം. അതായത് 5 കൊണ്ട് നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. അവിടെ നമ്മൾ പ്രത്യേകിച്ച് 5 കൊണ്ട് എഴുതി ഹരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വളരെ എളുപ്പമായിട്ടുള്ള മെത്തേഡാണ്. ഇതെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ആരും ജീവിക്കുക. ഞാൻ പലപ്പോഴും കാണാനുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ്. കുട്ടികളോട് എളുപ്പമുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കും, പക്ഷെ അവരത് ആദ്യത്തെ അവർക്ക് പിന്നീട് അവർ നോക്കില്ല. അപ്പൊ ഈ ഒരു മാർഗം സ്കൂളിലും നമ്മൾ പഠിപ്പിക്കാറുള്ളതാണ്. നിങ്ങൾ ഈ ഒരു മാർഗം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് ഈ ഉത്തരം കിട്ടുന്നത്? വളരെ സിമ്പിൾ ആണ്. ഒരെണ്ണം ഞാൻ എനിക്ക് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 6 4 3 ഡിവൈഡഡ് ബൈ 5. ഇത് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത് ഇതിനകത്ത് ഞാൻ കാണിക്കാൻ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കാര്യം വളരെ നിസ്സാരമാണ്. ചെയ്യേണ്ട കാര്യം മക്കളെ ഇത്രയും മാത്രമേ ഉള്ളൂ. മുകളിൽ താഴെ ഒരു 2 കൊണ്ട് ഗുണിക്കാൻ, താഴെ ഞാൻ ഗുണിച്ച് കാണിക്കുന്നില്ല. മുകളിൽ താഴെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ താഴത്ത് നിങ്ങൾ നോക്കുക 2 × 5 10 അല്ലേ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാവും. ഓക്കെ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു സ്ഥാനം ഡെസിമൽ എവിടെ കിടക്കുന്നോ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പ്ലേസ് മാറ്റി പോയിട്ട് കൊടുത്താൽ മതി. അപ്പൊ പിന്നെ 2 കൊണ്ട് ആരെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്താൽ മതി, 100 മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതായത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്യുക, ഒരു സ്ഥാനമായിട്ട് കുത്തുക, നിങ്ങളുടെ കാര്യം തോന്നുന്നു. നോക്കുക, ഞാനിങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാണ്. 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2 × 3 എത്ര വന്നു? 6 വന്നു. 2 × 4 എത്ര വന്നു? 8 വന്നു. 2 × 6 12 ഞാൻ ഇവിടെ 2 എഴുതി. പിന്നെ എന്ത് വന്നു? 2 × 4 4 + 1 5. അപ്പൊ ഇതിന് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 5 200
86. നാളെ 200 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ആകും. മാറ്റിയാൽ 22. അപ്പൊ എന്റെ ആൻസർ ഇവിടെ വന്നു. എത്ര വന്നു? 528.6. എളുപ്പമല്ലേ? 500 ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കണം, യൂസ് ചെയ്യണം. 500 എല്ലാവർക്കും ഇതേ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇതേ ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാം. 50 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് ഇതേ മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. 50 കൊണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുക. അപ്പൊ 500 ഡിവൈഡ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് അത് ഓർമ്മ ചെയ്യണം. ഓർമ്മ ചെയ്യണമെങ്കിൽ ഞാൻ ഓർമ്മ ചെയ്യുന്നതായിട്ട് നോക്കുക. 2 5 7 divided by 5. എഴുതി ഗുണിക്കുന്നതിന് പകരം എഴുതി ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അറിയാം. 2 into 7 14 14 4 remainder 1. 2 into 5 10 10 plus 1 11 11 to 1 remainder 1 2 into 2 4 4 plus 10 remainder 1 5 2 into 6 12. അപ്പൊ ഞാൻ ഇവിടെ എഴുതി 12. കണ്ടോ? നിങ്ങൾ നോക്കുക. 12,540. എത്ര പൈസ മാറ്റിക്കൊണ്ടാണ്? ഒരു പൈസ മാറ്റി നിങ്ങളുടെ ആൻസർ ആയി. കേട്ടോ? ഇതായി. അപ്പൊ നിങ്ങൾക്ക് കിട്ടും എത്ര കിട്ടും? 251.4 ഇതാണ് ആൻസർ. അപ്പൊ 500 ഡിവൈഡ് ചെയ്യാൻ എളുപ്പമായി. നമുക്ക് അടുത്ത് നോക്കാം. ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് ഒരു കണക്കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, നോക്കുക. നോക്കുക, നിങ്ങൾ നോക്കുക. 1324 ഡിവൈഡഡ് ബൈ 25. 25 ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബോൾഡ് താഴെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബോൾഡ് താഴെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 സ്ഥാനം നമ്മുടെ ആൻസർ. ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 16 16 16 ശിഷ്ടമൊന്ന് 18 8 1 9 ശിഷ്ടമൊന്നുമില്ല. 4 12 12 2 ശിഷ്ടം 1 4 4 4 3 5. അപ്പൊ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4 16 ശിഷ്ടം 1 4 8 8 1 9 4 12 അല്ലെ? അപ്പോൾ 12 2 ശിഷ്ടം 1 4 4 4 എത്ര സ്ഥാനം മാറ്റിക്കിട്ടണം? 2 സ്ഥാനം മാറ്റിക്കിട്ടണം. നിങ്ങൾ നോക്കുക. 52.96 നമ്മുടെ ആൻസർ ആയി. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണ്? അടുത്ത ഇതിലേക്ക് നമുക്ക് മാറാൻ. അടുത്ത് നമുക്ക് മറ്റൊരു കൂടെ ചെയ്യാം, മൾട്ടിപ്പിൾ ചെയ്യുന്നത്. അതായത് കൂടുതൽ സംഖ്യ വരുമ്പോൾ അതിനെ മൾട്ടിപ്പിൾ ചെയ്യുന്നത് ഒരുപാട് വിളിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന മൾട്ടിപ്ലിക്കേഷൻ വളരെ കുട്ടികൾ കൂടുതലായിട്ട് കുടിച്ച് ആക്കപ്പാടെ പുസ്തകങ്ങളും ബുക്കും എല്ലാം വൃത്തിയാക്കി വെക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം രണ്ട് കണക്കുകൾ നമുക്ക് ചെയ്തത് നമുക്ക് നോക്കാം. നമുക്കിപ്പം ഇങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ ഇതാ നോക്കുക. ഇവിടെ എത്രയാണ്? 3281 into 1002. ഇങ്ങനത്തെ സംഖ്യകൾ കുടിക്കാനായിട്ട് ഞാൻ ഇവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് കൊടുത്തിട്ടേക്ക് അത് മിക്കവാറും ചെയ്യുന്നത് ഒരുപാട് സ്റ്റെപ്പുകൾ എഴുതി ഒരുപാട് സീറോ ആക്കി എഴുതി ആക്കപ്പാടെ കുളവാക്കി എഴുതിയിട്ടാണ് ചെയ്തത്. ഇതിന്റെ കാര്യമില്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്യാം. 3281 3281 into 1002 അല്ലെ? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല, മിക്ക കുട്ടികൾക്ക് ഉപയോഗിക്കുന്നില്ല. അറിയാവുന്ന കാര്യമാണ്. എന്താ ചെയ്യുന്നത്? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ കേസ് ചെയ്ത ഒരു ട്രിക്കുകൾ ഉപയോഗിക്കുന്നില്ല. ആ ഒരു സ്റ്റെപ്പ് രണ്ടെണ്ണം കളയുന്നത് മാത്രമേ ഉള്ളൂ. 2 into 1 2 2 into 8 16 16 6 remainder 1 2 into 4 4 plus that 1 5 2 into 3 6. അപ്പൊ ഞാൻ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ നോർമൽ കേസ് എപ്പോഴും ചെയ്യുന്നതാണ്. പിന്നെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നത് സീറോ കൊണ്ട് ഇടയ്ക്ക് കിടക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യും. അവസാനമാണ് സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യില്ല, 2 സീറോ കൂടി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ആ ഒരു രീതി കൂടി നിങ്ങൾ മാറ്റി നോക്കാം. ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ 2 സീറോ മാറ്റുന്നു. ഈ 2 സീറോ മാറ്റുമ്പോൾ നിങ്ങൾ ഓർക്കാം, 3 പ്ലേസ് മൂന്നാമത്തെ പ്ലേസിൽ അടിക്കുള്ളത് കുടിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഈ ഒരു പ്ലേസിനെ നമ്മൾ ഇനി എഴുതി രണ്ടാമത്തെ പ്ലേസ് ആകുമ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് മൂന്നാമത്തെ പ്ലേസ് ആണെങ്കിൽ മൂന്നാമത്തെ പ്ലേസിന് താഴെയാണ് നാലാമത്തെ പ്ലേസിനോടാണ് മറ്റൊരു ചെയ്യുന്നെങ്കിൽ നാലാമത്തെ പ്ലേസിന്റെ താഴെ തന്നെ എഴുതണം. ഓർക്കുക, ഒന്നാമത്തെ പ്ലേസ് കൊണ്ട് എഴുതി രണ്ടാമത്തെ പ്ലേസ് കൊണ്ട് നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പ്ലേസിന്റെ അതായത് ചേഞ്ചിന്റെ താഴെ തന്നെ എഴുതണം. മൂന്നാമത്തെ പ്ലേസ് കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നെങ്കിൽ 100ന്റെ പ്ലേസിൽ അഥവാ ഇതിനകത്ത് മൂന്നാമത്തെ താഴെ തന്നെ എഴുതണം. നാലാമത്തെ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണേ നാലാമത്തെ താഴെ തന്നെ എഴുതണം. അപ്പം ഞാൻ ഈ 2 സ്ഥാനങ്ങളൊക്കെ കളയുകയാണ്, കാരണം അതെല്ലാം സീറോയാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 1 into 1 1 into മൂന്നാമത്തെ സ്ഥാനം കൊണ്ടാണ് നാലാമത്തെ തന്നെ എഴുതുന്നത്. 1 into 8 8 1 into 2 2 1 into 3 എത്ര വരും? 3. ഞാനിത് ആവർത്തിച്ചിരിക്കുന്നു. നോക്കുക, നേരെ നേരെ ഇവിടെ വന്നു 2 6 5 7 8 2 3. നമ്മുടെ ആൻസർ ഇത്രേ ഉള്ളൂ. 2 6 5 6 plus 1 7 8 2
നമുക്കത് വാങ്ങിക്കണമൊക്കെ എത്ര വരുന്നു 100,000 എത്രയായി അപ്പൊ 32,87,562 ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടി. എത്രയാണ് 32,87,562. എന്ത് എളുപ്പമാണ് അല്ലെ? അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഇതേ പഠിപ്പിച്ചിട്ട് പഠിപ്പിക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ പഴയ ഇതിലേക്ക് പോകാം. ഏതാ നമ്മൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ഭാഗത്ത് തുടങ്ങാൻ ഞാൻ കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഞാനൊരു സംഖ്യ 1ഉം 2ഉം ഭർത്താവ് അല്ലെ, 2ഉം 3ഉം ചെറുതായിരുന്നു. പിന്നെയോ 1ഉം 3ഉം വളരെ ഇഷ്ടം. 3ഉം 4ഉം ചേർന്നാലോ മീൻവേട്ടയ്ക്ക് ഒരു വിഷവസ്തു. ഈ സംഖ്യ ഏതാണ്? കണ്ടുപിടിച്ചേക്ക് നിങ്ങൾ ഓർത്ത് നിൽക്കാൻ സംഖ്യ പറ്റുന്നില്ല. ആ സംഖ്യ 15ആണ്. എന്താണ്? 15 അല്ലെ? 15 നോക്കാം. ഞാൻ 15 തരുന്ന എങ്ങനെയാണ്? 15 അല്ലെ? 15 വായിക്കും. സംഖ്യ ഇതാണ് 15. 1ഉം 2ഉം ചേർന്നാലോ ഒന്നാമത്തെ രണ്ടാമത്തെ വാക്കിൽ ചേർന്ന 10 അല്ലെ? ആരാണ്? ഭർത്താവ്. അതാണ് 10. ഇനി 1ഉം 3ഉം 1ഉം 3 ചേരുക, പായും 4 ചേരുക. എന്താണ്? പന. വൃക്ഷമല്ലേ? വൃക്ഷമല്ലേ? ഇനി 2ഉം 3ഉം 2ഉം 3ഉം ചേർന്ന ഏതാണ്? തിന. തിന എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. തിന ധാന്യമാണ് തിന. ഇനി അടുത്തത് 3ഉം 4ഉം 5. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നദിയെ കുറിച്ച് ഒരുപാട് ഉണ്ട്. മഞ്ചത്തിന് നാനാഴി അല്ലെ? നഞ്ച് കലക്കിയ വെള്ളം, നഞ്ച് നിന്ന മൂങ്ങ, ഇങ്ങനെ പല പഴമൊഴികളൊക്കെ ഉണ്ട്. നഞ്ച് എന്ന് പറയുന്ന ഒരു വിഷവസ്തുവാണ്. ഈ നഞ്ച് കലക്കി കഴിഞ്ഞാൽ നഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പനങ്കായൊക്കെ കൂടെ എടുത്തിട്ട് ഇടിച്ച് ചതച്ച് അതിനകത്ത് മറ്റൊക്കെ ചേർത്തിട്ട് അത് വെള്ളത്തിൽ കലക്കി ഞാൻ മീനൊക്കെ ഇങ്ങനെ പൊങ്ങി നടക്കും. ആ മീനെ പോയെടുത്ത് നിരോധിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഇതിന്റെ. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുക. നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ പഠിച്ചു നിർത്തുക. ഓക്കെ, ബൈ.